നമസ്കാരം. വള്ളസദ്യ വിഭവങ്ങൾ എന്താണെന്ന് ഞാനൊന്ന് അറിയാത്തവർക്കായി മനസ്സിലാക്കി തരാം, കാണിച്ചു തരാം. ഇതാ ഒന്ന് കണ്ടു നോക്കാം. പൊന്നുകെട്ടിയ ചുണ്ടൻ വള്ളം മല്ലപ്പുഴശ്ശേരി പള്ളിയോടത്തിൻ്റെ വള്ളസദ്യയിൽ നിന്നും ഞാനൊരുക്കിയ നിലവിളക്കിൻ്റെ മുൻപിൽ നിന്നും വൈകിയ കാറ്ററിങ്ങിനൊപ്പം ഞാൻ പങ്കുവയ്ക്കുന്ന വിഭവസമൃദ്ധമായ വള്ളസദ്യയുടെ അന്തരീക്ഷമാണ് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ വള്ളസദ്യ. വിഭവങ്ങളിലേക്ക് കടക്കാം. നേന്ത്രപ്പഴം, ചെങ്കതളി, മോദകം, നീലക്കരിമ്പ്, അടയും അവലും പഴവും, അവൽക്കിഴി, അവൽപ്പൊതി, ഉണ്ടശർക്കര, തേൻ, മാമ്പഴം, കദളിപ്പഴം, പാവയ്ക്കാവറ്റൽ, മോലൻ, പഞ്ചസാര, അറമ്പള വറത്തേശ്ശേരി, ചക്ക, മാമ്പഴ പുളിശ്ശേരി, തൈര്, ചുട്ടപ്പപ്പടവും ചുട്ടരച്ച ചമ്മന്തിയും, അമ്പഴങ്ങ അച്ചാർ, വെളുത്തുള്ളി അച്ചാർ, നെല്ലിക്ക അച്ചാർ, ഇഞ്ചി കൊത്തിയത് ചേർത്തത്, തകരത്തോരൻ, ശീരത്തോരൻ, ഏത്തയ്ക്കാത്തോരൻ, കൂമ്പുതോരൻ, മടന്തത്തോരൻ, കദളിപ്പഴം, കാളിപ്പഴം, വെണ്ണ, ചമ്മന്തിപ്പൊടി, ഉണ്ണിയപ്പം, വെണ്ണ, അങ്ങനെ പല, തേൻ, കിണ്ടിയിൽ പാല്, തീർത്ഥം, കളഭം, ഭഗവാന്റെ പ്രസാദം, അരവണ, അങ്ങനെ പലതരത്തിലുള്ള വിഭവങ്ങളാണ് ഇരിക്കുന്നത്. ഇത് തന്നെയാണ് വള്ളസദ്യയിൽ വള്ളത്തിൽ വരുന്നൊരു ഭക്തൻ്റെ മുൻപിൽ സമർപ്പിച്ചിരിക്കുന്ന വിഭവങ്ങൾ. ഇലകളിൽ സമർപ്പിച്ചിരിക്കുന്നതും ഇത്രയും വിഭവങ്ങളാണ്. പിന്നെ പാടി ചോദിക്കുന്നത് അധികം വേറെ. അത് അധികവും എല്ലാം കൂടെ കൂട്ടി 70-ൽ പരം വിഭവങ്ങളാണ് വള്ളസദ്യയ്ക്ക് വിളമ്പുന്നത്. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായി, കാര്യസാധിക്കാനായി ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നേരുന്നതാണ് പലരും. ചിലർ നേർന്ന് നടന്നതിന് ശേഷം വള്ളസദ്യ നടത്തും വഴിപാടായിട്ട്. ചിലർ നടക്കാൻ വേണ്ടിയും വഴിപാടായി നടത്തും. എന്തായാലും ഭഗവാന് അത് ഒരു പുണ്യപ്രവൃത്തിയാണ്. എല്ലാവരും അനുഗ്രഹം, അതായത് വിശ്വാസമുള്ള ഭക്തർ ഇപ്പോഴും വള്ളസദ്യ നേരുന്നു. ഇതാണ് വള്ളസദ്യയിലെ വിഭവങ്ങൾ. ഇത് ഒരിക്കലും 280 രൂപ കൊടുത്ത് കിട്ടുന്ന പാസ് കൊടുത്ത് ദേവസ്വത്തിൻ്റെ ഇതിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങളല്ല. ഇത് വള്ളസദ്യയ്ക്ക് വഴിപാടായി സമർപ്പിച്ചിരിക്കുന്ന ഭക്തൻ നേർന്ന് അവർക്കായി ഒരുക്കിയിരിക്കുന്ന വള്ളസദ്യയിൽ നിന്ന് കണ്ടോ. ഇതാണ് ആറന്മുള വള്ളസദ്യ എന്ന് പറയുന്നത്. ഇത്രയും വിഭവങ്ങൾ ചേരുന്നതാണ്. എല്ലാം വിളമ്പി ഒരുക്കി വെച്ചിരിക്കുന്ന വെള്ളക്കാർ വന്ന് കയറിയിരുന്ന് അവർ പാടി ചോദിക്കുന്നതിനനുസരിച്ച് വിളക്ക് കൊളുത്തി ഭഗവാനെല്ലാം സമർപ്പിച്ചതിന് ശേഷമാണ് വള്ളസദ്യ കഴിക്കുന്നത്. അല്ല, ഇത് 250 രൂപയുടെ പാസ് വെച്ചുള്ള സദ്യ അല്ല, അത് വെറും സദ്യ മാത്രമാണ്. ഇതാണ് ഒറിജിനൽ വള്ളസദ്യ.